എയർബസ് വിമാനങ്ങളുടെ ടെക്നിക്കൽ തകരാറ് മൂലം ആഗോളതലത്തിൽ നിരവധി റൂട്ടുകളിൽ A320 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ വൈകുമെന്ന മുന്നറിയിപ്പ്. ഈ വിഭാഗത്തിൽപ്പെട്ട എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാനങ്ങൾക്ക് സർവീസ് നടത്തുന്നതിന് തടസ്സങ്ങൾ നേരിടാം. EASA നിർദ്ദേശപ്രകാരമുള്ള അപ്ഡേഷൻസ് പൂർത്തിയാക്കുന്നതുവരെ വിമാനങ്ങളുടെ സർവീസ് നിർത്തിവെക്കാൻ ഇന്ത്യൻ വ്യോമയാന നിയന്ത്രണ ഏജൻസി നിർദ്ദേശം നൽകി. ഇന്ത്യയിൽ 200-ലേറെ വിമാന സർവീസുകളെ ഇത് ബാധിക്കും. സൂര്യനിൽ നിന്നുള്ള അതിതീവ്ര വികിരണങ്ങൾ ഫ്ലൈറ്റ് സംബന്ധമായ നിർണായക ഡാറ്റയെ ബാധിച്ചിരിക്കുമെന്നും ഇതിനെ തുടർന്നാണ് പരിഹാര നടപടികൾ എന്ന നിലയിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചില വിമാനങ്ങൾ വൈകാനോ റദ്ദാക്കാനോ സാധ്യതയുണ്ട്. ആഗോളതലത്തിൽ 6000 വിമാനങ്ങളെ ഇത് ബാധിക്കുമെന്നാണ് വിവരം. അടുത്തിടെ ന്യൂയോർക്കിലേക്കുള്ള ഒരു ജെറ്റ് ബ്ലൂ A320 വിമാനം അപ്രതീക്ഷിതമായി നിലത്തിറക്കപ്പെട്ടു. എന്നാൽ ഇതിൽ പൈലറ്റ് ഇടപെടൽ ഉണ്ടായിരുന്നില്ല. നാഷണൽ സേഫ്റ്റി ബോർഡിന്റെ അഭിപ്രായത്തിൽ ELAC സ്വിച്ച് ചേഞ്ച് ആണ് ഇതിന് കാരണമായി പറയുന്നത്. തീവ്ര സൂര്യവികിരണങ്ങൾ ഫ്ലൈറ്റ് കൺട്രോൾ റീലോഡ് ഡാറ്റയെ തെറ്റായി മാറ്റിയെന്നാണ് കണ്ടെത്തിയത്. ഇത് വിമാനത്തിന്റെ നിയന്ത്രണം പൈലറ്റിന് നഷ്ടമാക്കാൻ സാധ്യതയുള്ള ഗുരുതരമായ പ്രശ്നമാണ്. അത് പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എയർബസ് A320 സാങ്കേതിക തകരാർ 200-ലധികം ഇൻഡിഗോ, എയർ ഇന്ത്യ സർവീസുകൾക്കാണ് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. തകരാറുള്ള 100 കണക്കിന് ജെറ്റുകളിൽ ഹാർഡ്വെയർ മാറ്റേണ്ടി വന്നേക്കാം. ഇതിന് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. തങ്ങളുടെ വിമാനങ്ങളിൽ ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ പരിഹരിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് അമേരിക്കൻ എയർലൈൻസും ഹംഗറിയിലെ വിസ് എയറും പറഞ്ഞു. ഇത് ബാധിച്ചിട്ടില്ലെന്ന് യുണൈറ്റഡ് എയർലൈൻസ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ A320 ഓപ്പറേറ്ററായ അമേരിക്ക തങ്ങളുടെ 480 A320 വിമാനങ്ങളിൽ ഏകദേശം 340 എണ്ണത്തിന് സോഫ്റ്റ്വെയർ മാറ്റി സ്ഥാപിക്കൽ ആവശ്യമാണെന്ന് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. അറ്റകുറ്റപ്പണികളിൽ ഭൂരിഭാഗവും ഇന്നും നാളെയും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഓരോ വിമാനത്തിനും ഏകദേശം 2 മണിക്കൂർ വീതം എടുക്കുമെന്നും അധികൃതർ അറിയിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.